നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ഒരു വരികൾ ഇത് ഭാരതീയ പാരമ്പര്യത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള വിശ്വാസങ്ങളിലൊന്നാണ്. ശിഷ്യരിൽ അറിവിനെ ജനിപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ച് വളർത്തി അജ്ഞാനത്തെ സംഹരിച്ച് ഇല്ലാതാക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പ്രത്യക്ഷ രൂപമാകുന്നു ഗുരു എന്നാണ് സങ്കല്പം. അതായത് ഗുരുവിനെ ഈശ്വരന് തുല്യനായാണ് ഭാരതീയ പാരമ്പര്യം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഏത് സത്കർമ്മത്തിലും ഗുരുസ്മരണയും ഗുരുപൂജയും നടത്തുന്നത്. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആഷാഢമാസ പൗർണമി ആ ദിവസം വ്യാസജയന്തി അഥവാ ഗുരുപൂർണിമ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഹിന്ദുക്കളും ബുദ്ധവിശ്വാസികളും ജൈനവിശ്വാസികളും എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ മതവിശ്വാസങ്ങളും ആരാധനാ വിശ്വാസങ്ങളും അങ്ങനെയുള്ള എല്ലാവരും ഗുരുപൂർണിമ ആഘോഷിക്കാറുണ്ട്. ഈ ഗുരുപൂർണിമ ദിനത്തിലെ ഒരു ചടങ്ങാണ് ഗുരുവിൻ്റെ പാദപൂജ. അതായത് ഈശ്വരൻ്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകി പൂജ നടത്തുക. ഇതിപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരമല്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത്. അതിന് എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്തവർ എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ മൗദൂദികൾ, ഇവരുടെ രണ്ടു കൂട്ടരുടെയും പിന്തുണയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സനാതന പാരമ്പര്യത്തിലെ ഓരോ ആഘോഷത്തെയും വിശ്വാസധാരിയെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ശബരിമലയിൽ ആചാരലംഘനം നടത്തിയ ആളുകൾ ഇവരാണ്. അമ്പലമുറ്റത്ത് വിപ്ലവഗാനം പാടിച്ച ആളുകൾ ഇവരാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കാൽ കഴുകുന്നത് അനാചാരമാണെങ്കിൽ പെസഹ വ്യാഴം ദിവസം ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തുന്ന കാൽ കഴുകൽ ശുശ്രൂഷ അത് തടയണം എന്ന് നമ്മുടെ ശിവൻകുട്ടി മന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? പല ദേവാലയങ്ങളിലും വൈദികരോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ബാലന്മാരോ അവരാണിത് ചെയ്യുന്നത്. അത് യേശു ക്രിസ്തു കാട്ടിയ വിനയത്തിൻ്റെ മാതൃക, ആ മാതൃകയെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സനാതന പാരമ്പര്യത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനയുടെ രീതിയായിട്ടാണ് ഗുരുപൂർണിമ ദിനത്തിലെ പാദപൂജ നടക്കുന്നത്. ഇത് ജനാധിപത്യ ബോധത്തിൻ്റെ അഭാവമാണ് എന്ന് പറയുന്ന DYFIക്കാരും അവർ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറിയിട്ട് ഈ പെസഹ വ്യാഴത്തിൻ്റെ ആ ചടങ്ങും തടയും. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആർജിക്കുന്ന ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം പെൺകുട്ടികൾ ബുർഖ ധരിക്കുന്നത് ഒഴിവാക്കണം എന്ന് ഈ SFIക്കാരും DYFIക്കാരും ശിവൻകുട്ടി മന്ത്രിയൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്ന് ഓർക്കുകയാണ്, ഹൈന്ദവ വിവാഹ ചടങ്ങുകൾക്ക് മുൻപ് ഇന്നും ഞാൻ ഒരു വിവാഹത്തിന് പോയിരുന്നു. അവിടെയും ഞാനിത് കണ്ടു. മാതാപിതാക്കൾക്ക് ദക്ഷിണ കൊടുത്ത് പാദത്തിൽ നമസ്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ ഗുരുനാഥനും പാദത്തിൽ നമസ്കരിക്കുന്ന രീതിയുണ്ട്. ഇതേപോലെ വരനും വധുവും തിരിച്ച് വരൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കാൽ കഴുകി സ്വീകരിക്കുന്ന ചടങ്ങുണ്ട്. നാളെ ഇതും കേരളത്തിൻ്റെ സംസ്കാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും തടയാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇറങ്ങി പുറപ്പെടുമോ? ഈ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് CPM ഉദ്ദേശിക്കുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാസ്തിക പാരമ്പര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹിന്ദു പാരമ്പര്യങ്ങളോട് മാത്രം എന്താണ് ഈ അസഹിഷ്ണുത എന്നാണ്. വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയമായ വശത്തെ പോലും എതിർക്കുന്നവർ മറ്റുള്ള മതങ്ങളിലെ അന്ധവിശ്വാസങ്ങളെപ്പോലും മിണ്ടാതെ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കാപട്യവും
അതൊക്കെ കേരളത്തിലെ വിശ്വാസ സമൂഹം തിരിച്ചറിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം.